കാപ്പ ചുമത്തി പോലീസ് തിരയുന്നതിനിടെ മോഷ്ടിച്ച സ്കൂട്ടറുമായി പ്രതിപിടിയിൽ. കോഴിക്കോട് പെരിങ്ങളം അറപ്പോയിൽ മുജീബാണ് അറസ്റ്റിലായത്. മോഷ്ടിച്ച വാഹനം ഉപയോഗിച്ച് പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് കവർച്ച നടത്തുന്നതാണ് മുജീബിന്റെ രീതി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് മുജീബ്. 2021 പയ്യോളിലെ ജ്വല്ലറിയിൽ നിന്നും സ്വർണം കവർച്ച നടത്തിയതടക്കമുള്ള പ്രധാനപ്പെട്ട കവർച്ചാ കേസിലെ പ്രതിയാണ്. പന്തീരാങ്കാവ്, കുന്നമംഗലം, മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ, തേഞ്ഞിപ്പാലം, അരീക്കോട്, കൊണ്ടോട്ടി, മാഹി എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളുണ്ട്. അങ്ങനെയാണ് ഈ മാസം 12-ാം തീയതി മുജീബിനെതിരെ കാപ്പ ചുമത്തിയത്. ഒളിവിൽ പോയ പ്രതിയെ അന്വേഷിക്കുന്നതിനിടയിൽ ഇന്ന് രാവിലെയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് സിറ്റി ക്രൈം സ്ക്വാഡ് മുജീബിനെ പിടികൂടുന്നത്. വാഹനങ്ങൾ മോഷ്ടിക്കുക, അങ്ങനെ മോഷ്ടിക്കുന്ന വാഹനം ഉപയോഗിച്ച് കവർച്ച നടത്തുക, അതാണ് മുജീബിൻ്റെ കവർച്ചാ രീതി. അങ്ങനെ പോലീസ് പ്രതിയെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിലൊരു സ്കൂട്ടർ കൂടി പ്രതിയുടെ കസ്റ്റഡിയിലുണ്ടെന്നറിയുന്നത്. പോലീസ് റെയിൽവേ സ്റ്റേഷനടുത്തെത്തി ഈ സ്കൂട്ടർ കസ്റ്റഡി എടുത്തിരിക്കുകയാണ്. സ്കൂട്ടറിൻ്റെ അകത്ത് 2 കമ്പിപ്പാരയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏതോ കവർച്ചയ്ക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് പോലീസ് പിടികൂടുന്നത്. ഒപ്പം തന്നെ കൊയിലാണ്ടിൽ നിന്ന് മോഷ്ടിച്ച സ്കൂട്ടറാണ്. ഈ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക സ്വിച്ച് തന്നെ പ്രതി നിർമ്മിച്ചിട്ടുണ്ട്. പോലീസ് വിശദമായി അന്വേഷിച്ച് വരികയാണ്. ഇവൻ കാപ്പ കേസിൽ ഓർഡർ ആയതാണ്. ആ ഓർഡർ ആയതിനു ശേഷം നമ്മൾ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇവൻ്റെ കൺഫെഷൻ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് എടുത്തുന്ന ഒരു ഇതെടുത്തിട്ടുണ്ടെന്ന് സ്കൂട്ടർ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിക്കവറിക്ക് വേണ്ടി ഇവിടെ വന്നതാണ്. ഇവിടെ ഈ അറോറ ടൂർ സ്റ്റോമിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇവൻ വണ്ടി കാണിച്ചു തന്നു. അത് ഓണാക്കുന്ന രീതിയും കാണിച്ചു. വണ്ടിയിലൊക്കെ എക്സ്ട്രാ സ്വിച്ചൊക്കെ പിടിപ്പിച്ചാണ് കാര്യങ്ങൾ ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. റിപ്പോർട്ടർ, കോഴിക്കോട്.